ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അങ്ങനെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ചപ്പാത്തി പിന്നെ ഉള്ളിയും കിഴങ്ങിട്ട ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ, രാവിലെ നല്ല ധൃതിയിൽ പരത്തിയെടുത്തതാണ്. അപ്പോൾ 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോവൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടി 6 മണി തൊട്ട് 9 മണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് 9 മണിക്കാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ ഞാനും വിഷു അങ്ങനെ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോന് ഇതിലൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ പെച്ചും പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും വിഷു മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ചിരങ്ങൻ്റെ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിരങ്ങ താളിച്ചെടുക്കുന്ന കറിയാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഞാൻ എന്താ ചിരങ്ങ കഴുകിയിട്ട് ഈ ഒരു മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിരങ്ങക്കറി റെഡിയാക്കി എടുക്കുന്നത് കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചിരങ്ങ താളിച്ചെടുക്കുന്ന കറി കഞ്ഞിവെള്ളം ചേർത്തിട്ട് തയ്യാറാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണിതാ രാവിലെ ചോറ് വെച്ച കഞ്ഞിവെള്ളം ഉണ്ടായിട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചിരങ്ങക്കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പോലെ ചിരങ്ങ വേവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കല്ലുമ്മ തിരുമ്പാളതൊക്കെ തിരുമ്പിയിട്ട് അതൊന്ന് വെയിലത്തിടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മക്കളുടെ ഡ്രസ്സിലൊക്കെ നല്ല ചളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ മോനിൻ്റെ മെഷീനിൽ നല്ല ചളി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ നല്ല ചളിയുള്ള ഡ്രസ്സൊക്കെ കല്ലുമ്മലാണ് അലക്കിയെടുക്കൽ. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് തിരുമ്പാൻ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ തിരുമ്പണ കല്ലുമ്മൽ വെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെയിൽ വരുമ്പോഴത്തേന് വേഗം തിരുമ്പാളതൊക്കെ ഒന്ന് തിരുമ്പെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് മീറ്റ് വിഷു പറയുന്നത് എമ്മച്ചി ഈ വണ്ടി ഒന്ന് കഴുകി തരുമോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി അകത്താണെങ്കിൽ പറയും ഇത് പുറത്തേക്ക് ഇറക്കണമെന്ന്, പുറത്താണെങ്കിൽ പറയും ഇത് അകത്ത് കയറ്റണം പറയട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വണ്ടി പുറത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാനത് കഴുകാതെ അകത്തേക്ക് കയറ്റിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എമ്മച്ചി ഇതൊന്ന് കഴുകി തരുമോ എന്ന് കുറേ നേരമായി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ നന്നായിട്ട് കയറ്റിയിട്ട് ഇത് അകത്ത് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷു. അപ്പോൾ ഈ വണ്ടി ഇനി 2 ദിവസം ഉണ്ടാവും അകത്ത് കൂടെ. പിന്നെ പറയുമ്പോൾ പുറത്ത് കറക്കട്ട് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അവന് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാറിന പോലെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ.
ഞാൻ അങ്ങനെ വേഗം ആകെ ഒന്ന് അടിച്ച് വാരിടാനായിട്ട് നിന്നിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അകടിച്ച് വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി പയറുപ്പേര് റെഡിയാക്കി എടുക്കണം, അതേപോലെ തന്നെ മീനും നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വലിയ അയില കിട്ടി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഇരുന്നിട്ടാണ് നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് നന്നാക്കാൻ, നമുക്ക് ചാരി ഇരുന്നിട്ടൊക്കെ നന്നാക്കട്ടെ. നമ്മളെ മേത്തേക്ക് ആവുന്നില്ല കേട്ടോ, ശ്രദ്ധിച്ച് നന്നാക്കി നമ്മളെ മേൽക്കൊന്നും ആവില്ല. നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് നന്നാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് വെയിലില്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് നന്നാക്കൽ. അപ്പോൾ അയില മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നാക്കലൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ മീനൊന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ പയറുപ്പേരി, പിന്നെ നമ്മളെ ചിരങ്ങ തളിച്ച കറി. ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മളെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മീനിന് ഉപ്പും മുളകൊക്കെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനുമ്പോൾ നല്ല പോലെ തന്നെ ആ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ മീൻ പൊരിച്ചെടുക്കാനായിട്ട് ഇതാ ചട്ടിയിൽ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ മീനൊക്കെ ചട്ടിയിൽ വേവാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ കറി നോക്കിയപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് തന്നെ വേവായിക്കുന്നുണ്ടോ. പിന്നെ ഞാൻ
കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ചെറുള്ളി ഇതാ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതാ ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനിടയിൽ നമ്മൾ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ അത് നന്നായിട്ട് തന്നെ ചുമന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ചിരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ മീനും ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പയറുപ്പേരി റെഡിയാക്കി എടുക്കണം. അതേപോലെ തന്നെ പപ്പടം പൊരിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വേഗം പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിച്ചെടുത്ത് പിന്നെ ആ ചട്ടി തന്നെ പിന്നെ ഞാൻ പയറുപ്പേരി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പയർ അങ്ങനെ ആവിയിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഇതാ പപ്പടമൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പയറൊക്കെ വേവായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പയറുപ്പേരി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ വേഗം ആകൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ടേബിളൊന്ന് തുടച്ചെടുക്കുകയാണേ. പിന്നെ ഞാനിതാ വേഗം അകൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടോ. അപ്പം നമ്മളകം എന്തോ ഒറ്റ തുടച്ചാലൊന്നും ശരിയാവില്ല കേട്ടോ. ചളിയൊന്നും ഇല്ല വിചാരിച്ചിട്ട് നമ്മളൊരു മിന്നിപ്പോക്കില്ല, അതൊന്നും ശരിയാവില്ല കേട്ടോ. വെള്ളമായതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യമൊക്കെ തുടക്കേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാനിത് അകൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറുണ്ണാനായിട്ട് നിൽക്കാനുണ്ട്. അപ്പം മിഷു തന്നെ കാണാതെ പപ്പടം എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഓനക്ക് ചോറൊക്കെ കൊടുക്കാനായിട്ട് നിന്നു കേട്ടോ.
അപ്പം നമ്മൾ ഈ ചിരങ്ങക്കറി കാണാനൊന്നും വലിയ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഞാനും മിഷുവൊക്കെ അങ്ങനെ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പം അങ്ങനെ മിഷുവിനൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാനും അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞാനങ്ങനെ മിഷുവിനെ ഉറക്കാനായിട്ട് നിന്നു കേട്ടോ. പിന്നെ ഞാനും അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്ര കൊണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.